അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ നേരെ തിരിക്കും കേട്ടോ. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി 11:15 ട്രെയിന്. അവൾ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഇച്ചിരി ലേറ്റ് ആയിട്ടോ. ഇപ്പോൾ സമയം 10:30. എങ്ങനെയെങ്കിലും അവിടെ എത്തുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇവനാണ് നമ്മുടെ ഡ്രൈവർ. എങ്ങനെ പോയാലും എനിക്ക് ട്രെയിൻ കിട്ടിയേ തീരുമെന്ന് പറഞ്ഞാണ് അവരും. അങ്ങനെ ഞങ്ങൾ പാഞ്ഞ് പോവാം കേട്ടോ. കാരണവശാൽ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള ട്രാഫിക്ക് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലെന്ന് പറഞ്ഞാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അവസാനം ട്രെയിൻ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ബസ്സിന് പോകണം. അതേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഏതായാലും ലേറ്റ് ആയല്ലോ എന്ന് ഓർത്തിട്ട് അവനൊരു കടയുടെ മുന്നിൽ നിർത്തി കേട്ടോ. അവനപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുടിക്കാനും ഒരു ചെറിയൊരു ഷേക്ക് കഴിക്കാൻ വേണ്ടി പോയിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവന് വേണ്ടി വെയിറ്റ് ചെയ്ത്. ഈ സാധനം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാനത് കുടിച്ചകത്താക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴും അവൾ എനിക്ക് വെറൈറ്റി എന്തോ ഒരു സാധനം, ഒരു ജ്യൂസ് പോലത്തെ സാധനം തന്നിട്ടോ. നല്ലൊരു ടേസ്റ്റായിരുന്നു. അങ്ങനെ നേരെ KSRTC ബസ് സ്റ്റാൻഡിലോട്ടോ ഞങ്ങൾ വിട്ട് തിരിച്ചത്. കുറേ വണ്ടിക്ക് നോക്കിയിരുന്ന ശേഷമാണ് എനിക്കൊരു ബസ് കിട്ടിയത്. അങ്ങനെ എന്നെ ബസ് കയറ്റിയിട്ട് അവർ യാത്ര ചെയ്യട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇത്ര നേരം ഒരുമിച്ചിരുന്നിട്ട് പെട്ടെന്ന് പോയപ്പോഴത്തേക്കും ഒരു വിഷമം. ഞാൻ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചത് തന്നെ ബസ്സിന് പോകാൻ മടിയായിട്ടോ. കാരണം വെച്ചാൽ നല്ല ലോങ് ആണ്. കോഴിക്കോട് തൊട്ട് പിന്നെ ആലുവ വരെ എത്തണ്ടേ. എങ്ങനെ പോയാലും നല്ല സമയം എടുക്കും. അവസാനം ഞാൻ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു കേട്ടോ 7 മണിക്ക് എത്തുള്ളൂ. ഞാനാണെങ്കിൽ രാവിലെ 12:30 ആയപ്പോൾ കയറിയതാണ് കേട്ടോ. ഒരൊറ്റ ഇരിപ്പ്. അങ്ങനെ ഒരു സ്ഥലം ആയപ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിച്ചിട്ട് ഞാൻ കഴിക്കാനും ഇറങ്ങിയില്ല. വെള്ളം കുടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം പക്ഷേ ടോയ്ലറ്റിൽ എങ്ങനെ പോകാൻ തോന്നുകയാണെങ്കിൽ എന്തോ ചെയ്യുന്ന ആലോചിച്ചിട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഒഴിവാക്കി ഞാൻ ഒറ്റ ഇരിപ്പം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞാൻ ഇത്രയും ലോങ് പോകുന്നത് തന്നെ, അതും ബസ്സിൽ. എനിക്ക് ബസ് ഇരിപ്പ് അല്ലെങ്കിലും മടുപ്പാണ്. പക്ഷേ ഇത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കാരണം കുറച്ചൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുക്കം 5:30 ആയപ്പോഴത്തേക്കും തൃശ്ശൂർ എത്തി കേട്ടോ. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നേരെ ആലുവയിൽ എത്തി കേട്ടോ. ഇനി അവിടെ നിന്ന് നേരെ ഓട്ടോയ്ക്ക് പോകണം. ഇനി അടുത്ത ഓട്ടോ തപ്പി നടപ്പാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.